ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. ഞാനിന്ന് ലോജിക് ഗേറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എക്സാമിന് വളരെ ഡീപ്പായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞത്. അവിടുന്ന് ഏറ്റവും ഡീപ്പസ്റ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരെ കളക്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. നമ്മളൊരു 3 ഭാഗങ്ങളായിട്ടായിരിക്കും കംപ്ലീറ്റ്ലി ആ ഒരു ലോജിക് ഗേറ്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിക്കുക. ഇത് ട്രേഡ്സ്മാൻ എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. ഇലക്ട്രിക്കലിന്റെ കേസിലാണെങ്കിൽ ട്രേഡ്സ്മാൻ എക്സാമിൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓവർസിയർ, ഡ്രാഫ്റ്റ്മാൻ, ആ ഒരു ഭാഗങ്ങളിലൊക്കെ ലോജിക് ഗേറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെയുണ്ട്. കമ്പ്യൂട്ടർ സൈഡിലേക്ക് വരുവാണെങ്കിൽ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ലോജിക് ഗേറ്റ്. ബിക്കോസ് നമ്മളുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ബൈനറി ലാംഗ്വേജസിലാണ്. സോ ഒബ്വിയസ്ലി നമ്മളത് കൃത്യമായിട്ടും എന്തൊക്കെയാണ് ഗേറ്റ് എന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ലോജിക് ഗേറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിവൈസ് ആണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഡിവൈസ്. എന്താ അത് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സർക്യൂട്ടുകളുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളുടെ വീടിന് ഉമ്മറത്തെ ഗേറ്റ് എന്താ ചെയ്യണേ? ആളുകളെ പാസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നൊരു എക്യുപ്മെന്റ് ആണ്, അങ്ങനെയുള്ളൊരു വസ്തുവാണ് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഡിജിറ്റൽ സർക്യൂട്ടിനകത്ത് പാസിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് ഏതൊക്കെ തരത്തിലാവണം എന്നുള്ള തരത്തിൽ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ് ഡിവൈസസ് ആണ് ലോജിക് ഗേറ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 7 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലോജിക് ഗേറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, 7 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലോജിക് ഗേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ഇനി ഈ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗേറ്റിന് ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൊടുത്തിട്ടുള്ള ഇൻപുട്ടുകളുടെ കോമ്പിനേഷൻസ് ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാവും എന്ന് കാണിക്കുന്നതാണ് ട്രൂത്ത് ടേബിൾ. Truth table is a diagram of the output from all possible combination of input. നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻപുട്ടിന്റെ എല്ലാ കോമ്പിനേഷൻസും വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ഡയഗ്രത്തിന് എത്ര ഔട്ട്പുട്ട്സ് കാണും എന്നുള്ള ആ ഒരു ടേബിൾ ആണ് ട്രൂത്ത് ടേബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ ഇൻപുട്ടുകൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, എ ബി. അതിന്റെ റിസൾട്ട് A+B ആണോ A×B ആണോ എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വാല്യൂസ് റോ വൈസ് എഴുതിയിട്ടുണ്ടാവും. അതാണ് ട്രൂത്ത് ടേബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇതിന്റെ ഒരു ഇക്വേഷൻ എന്നുള്ളത്. അതായത് നമ്മളുടെ കയ്യിൽ n ഇൻപുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രൂത്ത് ടേബിളിനകത്തെ ടോട്ടൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2n ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ഇൻപുട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് ഒരെണ്ണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2n എത്രയാ? 2n എന്നുള്ളത് എന്തായിട്ട് വരും? 2n എന്നുള്ളത് 2:1 ആയിട്ട് വരും. ദാറ്റ് മീൻസ് 2. അപ്പോൾ ഒരു ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 കൈൻഡ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ ഇൻപുട്ട് 2 ആണെന്നുണ്ടെങ്കിലോ 2n എന്തായിട്ട് മാറും? 2 ഗീവ്സ് എത്രയാണ്? 4. 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ 4 ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് ഉണ്ടാവും. അതുപോലെ 3 ഇൻപുട്ട് ഉണ്ടെങ്കിൽ 2:3 എത്രയാണ്? 8 ആണ്. അപ്പൊ 8 കോമ്പിനേഷൻസ് ഉണ്ടാവും. 4 ഇൻപുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 2:4 എത്രയാണ്? 16 ഔട്ട്പുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കണം. നമ്മളുടെ ഇൻപുട്ട് സൈഡില് n ഇൻപുട്ട് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ഇൻപുട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2:n എന്നുള്ളതാണ് എന്നുള്ള ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതായത് പലതരത്തിൽ ചോദിക്കാം. അതിനകത്ത് ഒരു ഡീപ്പ് ലെവൽ പിക്കിംഗ് ആണ് ഈ പറയുന്നത്. നമ്മളുടെ എത്ര ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് ഉണ്ട് എന്നുള്ളത് റാൻഡം ഗെസ് നടത്താനായിട്ട് ചോദിക്കും. ഇപ്പൊ ഇത്ര ഇൻപുട്ട് ഉണ്ട് എന്ന് വെക്കുക. അപ്പൊ എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ്. നമ്മളുടെ കയ്യിൽ n ഇൻപുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് ഉണ്ട് എന്ന് അറിയാനായിട്ട് നമ്മൾ 2:n എന്നുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എത്ര തരത്തിലുള്ള ലോജിക് ഗേറ്റുകൾ ഉണ്ട്, അതിനെ പഠിക്കാൻ എളുപ്പത്തിന് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡയഗ്രം കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ലോജിക് ഗേറ്റിനെ
പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനും അതിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുക. ബേസിക് ഗേറ്റ്, യൂണിവേഴ്സൽ ഗേറ്റ്, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഗേറ്റ്. നമുക്ക് 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ബേസിക് ഗേറ്റ്, യൂണിവേഴ്സൽ ഗേറ്റ്, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഗേറ്റ്. ഇനി ബേസിക് ഗേറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, അതുപോലെ തന്നെ നോട്ട് ഉണ്ട്. അപ്പൊ ബേസിക് ഗേറ്റ് എത്ര ഉണ്ട്? 3 ഉണ്ട്. ആൻഡ്, അതുപോലെ തന്നെ ഓർ, അതുപോലെ നോട്ട്. ഇനി യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചോദ്യമാണ്. വൈ നാൻഡ് ആൻഡ് നോർ ഗേറ്റ് ആർ നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്? അതായത് എല്ലാ ഗേറ്റിനെയും, അതായത് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചും നോർ ഗേറ്റ് ഉപയോഗിച്ചും ബാക്കി എല്ലാ ഗേറ്റിനെയും നിർമ്മിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ആൻഡ്, ഓർ, നോട്ട് എന്ന് പറയുന്നത് ബേസിക് ആണ്, ഫണ്ടമെന്റൽ ആണ്. നാൻഡ് ആൻഡ് നോർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? ബാക്കി എല്ലാ ഗേറ്റുകളും നാൻഡ് ഗേറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നോർ ഗേറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ടോ നിർമ്മിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എക്സ്ക്ലൂസീവ് ഗേറ്റ്. എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് ആണ് എന്നുള്ളത് ഓർക്കുക. എക്സോർ, എക്സ്നോർ എന്നിങ്ങനെ 2 ഗേറ്റുകളാണ് എക്സ്ക്ലൂസീവ് ഗേറ്റിനകത്തുള്ളത്. അപ്പൊ മൊത്തം എത്ര ഉണ്ട്? 7 ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക് ഗേറ്റുകൾ ഏതൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഓഡ് വൺ ആയതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. ബേസിക് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ്, ഓർ, നോട്ട്. യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് നാൻഡ്, നോർ. എക്സ്ക്ലൂസീവ് ഗേറ്റ് എന്ന് പറയുന്നത് എക്സ്, ഓർ, അതുപോലെ തന്നെ എക്സ്, നോർ. ക്ലിയർ? ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? ബേസിക് ഗേറ്റിന്റെ കാര്യങ്ങളാണ്. സോ ബേസിക് ഗേറ്റുകൾ നമ്മൾ പറഞ്ഞു നോട്ട് ഉണ്ട്, ഓർ ഉണ്ട്, ആൻഡ് ഉണ്ട്. ഫൈൻ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? നോട്ട് ഗേറ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് മൊത്തം എന്താണ്? നോട്ട് ഗേറ്റിന്റെ അതർ നെയിമുകളാണ്. നോട്ട് ഗേറ്റിനെ നമ്മൾ നെഗേഷൻ ഗേറ്റ് എന്ന് പറയും, അതുപോലെ തന്നെ എന്താണ് ഇൻവേർട്ടർ ഗേറ്റ് എന്ന് പറയും, അതുപോലെ തന്നെ കോംപ്ലിമെന്റ് ഗേറ്റ് എന്ന് പറയും. അപ്പോൾ നോട്ട് ഗേറ്റിന്റെ അതർ നെയിംസ് ആണ് പറഞ്ഞത്. നെഗേഷൻ ഗേറ്റ്, ഇൻവേർട്ടർ ഗേറ്റ്, കോംപ്ലിമെന്റ് ഗേറ്റ്. എന്തുകൊണ്ടാ പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവേർട്സ് ഗിവൺ ഇൻപുട്ട്. നമുക്കറിയാം നമ്മുടെ ബൈനറിയിൽ ഐദർ 0 അല്ലാന്നുണ്ടെങ്കിൽ 1 എന്നുള്ളതാണുള്ളത്. 0 മീൻസ് ഒന്നെങ്കിൽ നമുക്ക് ഫോൾസ് എന്ന് പറയാം, 1 മീൻസ് നമുക്ക് ട്രൂ എന്ന് പറയാം. ഇനി വോൾട്ടേജ് ലെവലിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ലോ എന്ന് പറയാം, 1 ആണെങ്കിൽ ഹൈ എന്ന് പറയാം. അതായത് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ ഞാൻ 0, 1 എന്നുള്ളത് കുറച്ചേ ഉപയോഗിക്കുള്ളൂ. മിക്കപ്പോഴും ലോ ഓർ ഹൈ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിലായിരിക്കും പറയാം. അപ്പൊ ഓർത്തിരിക്കണം, ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 0 ആണ്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വോൾട്ടേജ് ലെവലിന്റെ കാര്യത്തിലാണ് ലോ ഓർ ഹൈ എന്ന് പറയുന്നത് കേട്ടോ. സോ വോൾട്ടേജ് ലെവലിന്റെ കാര്യത്തിൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ദാറ്റ് മീൻസ് ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാവുക മീൻസ് എന്താണ്? 1 ആയി എന്നർത്ഥം. ഗേറ്റിന്റെ ഇൻപുട്ട് 1 ആയി. കാരണം നമ്മളിവിടെ വോൾട്ടേജ് ആണല്ലോ, ഇതൊക്കെ സെമി കണ്ടക്ടർ ഡിവൈസസ് ആണെന്ന് നമുക്ക് അറിയാലോ. സോ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിന്റെ വർക്കിംഗ് ഒക്കെ നടക്കുന്നത്. സോ നോട്ട് ഗേറ്റ് നെഗേഷൻ ഗേറ്റ് ആണ്, ഇൻവേർട്ടർ ഗേറ്റ് എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ കോംപ്ലിമെന്റ് ഗേറ്റ് ആണ്. എന്തുകൊണ്ടാണ് കോംപ്ലിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിനെ എന്താക്കി തരും? അതിന്റെ നേരെ ഓപ്പോസിറ്റ് തരും. അതായത് നമ്മൾ എളുപ്പത്തിനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചത് 1 കൊടുത്താൽ 0 കിട്ടും, 0 കൊടുത്താൽ 1 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് നോട്ട് ഗേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പറയാനായിട്ട്. ഓക്കെ, ഇനി നോട്ട് ഗേറ്റിന്റെ സിമ്പല് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരിക്കുക. ഇങ്ങനെയാണ് സിമ്പല് വരുന്നത്. ഇതൊരു ട്രയാങ്കിൾ ആണ് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ഇൻപുട്ട് സൈഡ്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സൈഡ്. അപ്പോൾ നോട്ട് ഗേറ്റിന് ഒരു ഇൻപുട്ട് മാത്രമേ ഉള്ളൂ, ഒരു ഇൻപുട്ടേ ഉണ്ടാവാറുള്ളൂ സാധാരണഗതിയിൽ. ഓക്കെ, അപ്പൊ നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ട് ഇതാണ്, ഔട്ട്പുട്ട് ഇതാണ്. എന്താ ചെയ്യണേ? നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് 1 എന്നുള്ള പറഞ്ഞ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, അതായത് വോൾട്ടേജ് ലെവൽ ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് 0 ആക്കും. ഇനി 0 ആണ് കൊടുത്തേക്കണെന്നുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് 1 ആക്കും. ഇത്രയാണ് നോട്ട് ഗേറ്റ് ചെയ്യത്തുള്ളൂ.
ഇനി നോട്ട് ഗേറ്റ് മേക്ക് ചെയ്യുന്ന ഒരു ഐ സി ആണ്, ഏത് ടൈപ്പ് ഓഫ് ഐ സി ആണ് നോട്ട് ഗേറ്റിന്റെ എന്ന് ചോദിക്കാറുണ്ട്. ഇത് ട്രേഡ്സ്മാൻ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ ട്രേഡ്സ്മാൻ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ട്രേഡ്സ്മാൻ, ഇലക്ട്രോണിക് ട്രേഡ്സ്മാൻ, അതുപോലെ തന്നെ ഓവർസിയർ, ഡ്രാഫ്റ്റ് മാൻ, ഇലക്ട്രിക്കലിന്റെ കേസാണ് കേട്ടോ. അങ്ങനെ ഇലക്ട്രീഷ്യൻ, ആ പോസ്റ്റുകളിലൊക്കെ ഏത് ഐ സി ആണ് നോട്ട് ഗേറ്റിന്? എല്ലാ ഗേറ്റിനും ഓരോ ഐ സി ഉണ്ടല്ലോ. ഐ സി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണല്ലേ, അതായത് മില്യൺസ് ഓഫ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു ചിപ്പാണ്. നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് അതിന് മാക്സിമം ഒരു 3 or 4 സെന്റിമീറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് അത് ഉണ്ടാവുക. ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുള്ള സാധനമാണ്. ഇവിടെ ഫുള്ള്, ഇവിടെ ഇങ്ങനെ ഒരു നോട്ട്സ് ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. ഇതിനകത്ത് ഐ സിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആൻഡ് ഇത്രയും പിൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഐ സി, നോട്ട് ഗേറ്റ് ഐ സി എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനത് എടുത്തു വെക്കാൻ മറന്നുപോയി, ഡയഗ്രാം മാത്രമേ വെച്ചുള്ളൂ. അതുകൊണ്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഐ സി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോട്ട് ഗേറ്റിന്റെ ഐ സി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7404 ആണ്. നോട്ട് ഗേറ്റിന്റെ ഐ സി എന്ന് പറയുന്നത് 7404 ആണ്. ഇനി നോക്കുക, ഇത് കുറച്ചും കൂടെ ഡീപ്പ് ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ളതാണ്. ട്രേഡ്സ്മാൻ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഭാഗങ്ങളിലെ ലോജിക് ഗേറ്റ്, ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത്, ഡിപ്ലോമ ആൻഡ് എബോ വരുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു 7404 ഐ സിയുടെ എന്താണ് പിൻ ഡയഗ്രം ആണ്. 7404 ഐ സിയുടെ പിൻ ഡയഗ്രം. 7404 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഗേറ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച സിമ്പലും അതുപോലെ തന്നെ അതിന്റെ ട്രൂത്ത് ടേബിളാണ്. ഇതാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ട്രൂത്ത് ടേബിൾ പഠിച്ചിട്ടുണ്ടാവണം, സിമ്പൽ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം, ഐ സി ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 14 പിന്നുള്ളതാണ് 7404 ഐ സിക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, 7404 ഐ സിയുടെ ഡീറ്റെയിലിംഗ് ആണ് പറയുന്നത്. എത്ര പിന്നുണ്ട്? 14 പിന്നുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിടിക്കുന്ന സമയത്ത്, കയ്യിൽ എടുക്കുന്ന സമയത്ത് ഇടത് സൈഡിലേക്കായിരിക്കണം, ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കണം ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കർവ്ഡ് ഭാഗം ഇരിക്കേണ്ടത്. എന്നിട്ട് താഴെ തൊട്ടാണ് നമ്മൾ എണ്ണി തുടങ്ങുക. അപ്പൊ രണ്ട് സൈഡിലും പിന്നുകൾ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ താഴെ മുതലാണ് എണ്ണി തുടങ്ങുക. അപ്പോൾ താഴെ നിന്ന് 1 2 3 4 എന്നിങ്ങനെ എണ്ണിപ്പോയി ഇവിടെ 7 എത്തും. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു റൊട്ടേഷനിലാണ് നമ്മൾ എണ്ണുക കേട്ടോ. ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് എണ്ണുക. കയ്യിലെടുത്ത് പിടിക്കുമ്പം ഇടത്തെ സൈഡിലേക്കാണ് ഈ ഒരു കർവ്ഡ് ഭാഗം ഇരിക്കേണ്ടത്. സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇവിടെയാണെന്ന് മെൻഷൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു കർവ്ഡ് ഭാഗം കൊടുത്തിരിക്കുന്നത്. സോ നമ്മളത് കയ്യിലെടുക്കുന്ന സമയത്ത് ഇത് ഇടത്തെ സൈഡിൽ വേണം ഇരിക്കാനായിട്ട്. ആൻഡ് നമ്മൾ താഴെ തൊട്ടാണ് എണ്ണി തുടങ്ങുക. സോ അതായത് എങ്ങനെയാ താഴെ തൊട്ടാന്ന് മനസ്സിലാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐ സിയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവണം, നമുക്ക് വായിക്കാൻ പറ്റണം. അപ്പൊ ആ രീതിയിൽ പിടിക്കണം കേട്ടോ. അതായത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇത് മാറില്ലേ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഐ സിയുടെ പേരും കാര്യങ്ങളൊക്കെ ലേബിൾ ചെയ്തിട്ടുണ്ടാവും. അത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അഭിമുഖമായിട്ട് പിടിക്കണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട സമയത്ത് ഇത് കർവ്ഡ് ഭാഗം ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കണം, നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ കയ്യിൽ എടുത്തിട്ടുണ്ടാവേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? താഴെ തൊട്ട് എണ്ണി തുടങ്ങണം. സോ 1 2 3 4 7 ഇവിടെ വരും. എന്നിട്ട് നമ്മൾ ഇവിടെ തൊട്ടാണ് 8 9 10 14 വരെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 7ാമത്തെ പിന്ന് വേറൊരു പിന്നാണ്. സോ 7th പിൻ എന്ന് പറയുന്നത് ഏതാണ്? ഗ്രൗണ്ട് ആണ്. 7ാമത്തെ പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. 14ാമത്തെ പിൻ എന്ന് പറയുന്നത് ഏതാണ്? VCC ആണ്. അതായത് 7ാമത്തെ പിന്നെടുത്ത് നമ്മൾ ഗ്രൗണ്ടിൽ കൊടുക്കും. 14ാമത്തെ പിന്നിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഇൻപുട്ടേ ഉള്ളൂ, ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് 2 എണ്ണം പോയി. 14ന്ന് ബാക്കി പോയി കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? ബാക്കി എത്ര പിന്നുണ്ട്? 14ന്ന് 2 എണ്ണം പോയി. ഒരെണ്ണം ഗ്രൗണ്ട് പിന്നാണ്, ഒരെണ്ണം VCC പിന്നാണ്. സോ 2 എണ്ണം പോയി. സോ 14 - 2 എത്ര ഉണ്ട്? 12 പിന്നുണ്ട്. അപ്പോ എത്ര ഒരു ഐ സിയിലകത്ത് ഇപ്പൊ ഒരു നോട്ട് ഗേറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഓർ ഗേറ്റ് ആവാം, അതിന്റെ കാൽക്കുലേഷൻ ആണ് പറയുന്നത്. സോ ഒരു നോട്ട് ഗേറ്റിനകത്ത് ഒരു നോട്ട് ഗേറ്റിന്റെ ഐ സിക്കകത്ത് എത്ര നോട്ട് ഗേറ്റ് ഉണ്ടാവും ഇൻ സിംഗിൾ എലമെന്റ് എന്ന് ചോദിക്കുക. അതായത് 7404 എന്ന് പറയുന്ന ഒറ്റ ഐ സിക്കകത്ത് എത്ര നോട്ട് ഗേറ്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കണ്ടുപിടിക്കാൻ എണ്ണേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പിൻ ഡയഗ്രാം വരയ്ക്കേണ്ട, നമുക്ക് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി.
14 പിന്നാണ് 7404 ഐസിക്ക് ഉണ്ടാവുക. അതിനകത്ത് 7ാമത്തെ പിന്ന് ഗ്രൗണ്ട് ആണ്, 14ാമത്തെ പിന്ന് VCC ആണ്. അപ്പൊ ബാക്കി എത്ര പിന്നേ ഉള്ളൂ? 12 പിന്നേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമുക്ക് ഒരു ഇൻപുട്ട് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഒരു ഗേറ്റിന് എന്തായാലും 2 പിന്ന് വേണം. അപ്പൊ 12/2 ചെയ്താൽ എത്ര കിട്ടും? 6 കിട്ടും. നോക്കി, ഇവിടെ 6 എണ്ണം ഉണ്ടോ? 1 2 3 4 5 6 ഉണ്ടോ? 6 എണ്ണം ഉണ്ട്. ശ്രദ്ധിച്ചല്ലോ. ഇനി ഇതിലും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ, ഞാൻ ഈ ഒരൊറ്റ ക്ലാസ്സിൽ കംപ്ലീറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നുകൾ ഏതൊക്കെയാണ് ഇൻ പിന്ന്, ഏതൊക്കെയാണ് ഔട്ട് പിന്ന് എന്നുള്ളത് ഓർത്തിരിക്കണം. നോട്ടിന്റെ ഡയറക്ഷൻ നമ്മൾ വരയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ട്രയാങ്കിളിന്റെ നോച്ച് എങ്ങോട്ടാണോ ആ രീതിയിൽ തന്നെയാണ് ഫ്ലോ ഉള്ളത്. അതായത് നിങ്ങൾ ഈ പിൻ ഡയഗ്രാം എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, പിൻ ഡയഗ്രാം എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. സോ 1 ഇൻപുട്ട് ആണ്, 2 ഔട്ട്പുട്ട് ആണ്, 3 ഇന്നാണ്, 4 ഔട്ട് ആണ്, 5 ഇന്നാണ്, 6 ഔട്ട് ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ വന്നപ്പോ തിരിഞ്ഞു. നമ്മൾ ഇങ്ങനെയാ പോണേന്ന് പറഞ്ഞു, ഇവിടെ വന്നപ്പോ തിരിഞ്ഞു. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടെ വരുമ്പോ തിരിയും. കണ്ടോ, ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോയ നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. ഇവിടെ നോക്കിയേ, 9ാമത്തെ പിന്നെ ഇന്നാണ്, 8ാമത്തെ ആണ് ഔട്ട്, 11 ഇന്നാണ്, 10 ഔട്ടാണ്, 13 ഇന്നാണ്, 12 ഔട്ടാണ്. അപ്പൊ നമ്മള് ഗേറ്റിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ് ഇരിക്കണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഓർത്തിരിക്കണം കേട്ടോ. ചിലതിൽ തിരിയുന്നുണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇത് ഡീപ്പ് ലെവലാണ് പറയുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞാൻ ടെലഗ്രാമിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഭാഗങ്ങള് ഡിപ്ലോമ ലെവൽ എബോ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ടൈപ്പിസ്റ്റുകാർ പേടിക്കണ്ട, അവർക്ക് ജസ്റ്റ് ചോദിക്കുന്നത് 7404 ഐസിയുടെ പേര് ഏറ്റവും ഡീപ്പായിട്ട് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ മറ്റു പേരുകൾ, നോട്ട് ഗേറ്റിന്റെ മറ്റു പേരുകൾ ചോദിക്കാം, അത്രേ ഉള്ളൂ. ബാക്കി ഡീപ്പില്ല കേട്ടോ, പേടിക്കണ്ട. ഇനി നെക്സ്റ്റ് ആണ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ, ഹൈ മീൻസ് എന്താണ്, 1 ആയിരിക്കണം. ആണെങ്കിൽ എന്താണ്, ഔട്ട്പുട്ട് ഹൈ ആണ്, ഔട്ട്പുട്ട് ഹൈ ആണ്. അതർവൈസ് 0 എന്നുള്ളത് പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇതിനെ നമ്മൾ ലോജിക്കൽ സം ഗേറ്റ് എന്നാണ് പറയാം. നമ്മൾ ട്രൂത്ത് ടേബിൾ പഠിക്കുമ്പോൾ പറയാം, ഇറ്റ് ഷോ ഹൈ ഇൻപുട്ട്, ഇറ്റ് ഷോ ഹൈ ഔട്ട്പുട്ട് then at least any of the input is high. അതാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇനി മിനിമം നമ്പർ ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈപ്പിസ്റ്റ് മുതലുള്ള എല്ലാ ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, LD എല്ലാ കാര്യത്തിനും, അതായത് ഡ്രാഫ്റ്റ്മാൻ വരെയുള്ള എല്ലാത്തിനും ചോദിക്കുന്നതാണ് ഒരു ഗേറ്റിന് ആവശ്യമായിട്ടുള്ള മിനിമം ഇൻപുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആണ്. കാരണം നമുക്ക് നോട്ട് ഗേറ്റിന് ഒരെണ്ണം മതി അല്ലെ. അപ്പൊ മിനിമം ഗേറ്റ് റിക്വയർഡ് ഫോർ എനി ഗേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പൊ ഒരെണ്ണം വേണ്ടത് നോട്ട് ഗേറ്റിനാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓർ ഗേറ്റിന് അറ്റ്ലീസ്റ്റ് 2 എണ്ണെങ്കിലും വേണം. ഓക്കെ, 2 എണ്ണം എങ്ങനെയാ കൊടുക്കണേ എന്നൊക്കെ ഡീറ്റെയിൽ ഡിപ്ലോമ ലെവലിൽ നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇൻപുട്ട് ഷോർട്ട് ചെയ്യുന്നതാണ്. അത്രയും ഡീറ്റെയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓക്കെ, ദെൻ നമ്മൾ ഓർ ഗേറ്റിന്റെ IC ആണ് 7402. 02 ഏറെയാണ്. 7432 ആണ് ഓർ ഗേറ്റിന്റെ IC. ഓക്കെ, ഓർ ഗേറ്റിന്റെ IC ആണ് 7432. ഇനി നോക്കുക, ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളും സിമ്പലും പിൻ ഡയഗ്രം ആണ് കാണിച്ചേക്കുന്നത്. ഇതില് ഓർ ഗേറ്റ് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കുക. ഇതാണ് ഇൻപുട്ട് സൈഡ്, ഇങ്ങനെ ഒരു കർവ്ഡ് ഭാഗം ഉണ്ടാവും, എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, സോ ഇത് ഇൻപുട്ട് സൈഡ് A ആൻഡ് B, ഇത് ഔട്ട്പുട്ട് സൈഡ് നമ്മൾ Y എന്നാണ് കൊടുക്കാറ്. ഓക്കെ, അപ്പൊ നോക്കാം, നമ്മുടെ ഇൻപുട്ട് 0 0 2 0 ആയിരുന്ന സമയത്ത് ഔട്ട്പുട്ട് കാണിക്കുന്നത് 0 ആയിരിക്കും. 1 0 ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇനി ഇവിടെ കണ്ടോ, 0 1 വന്നപ്പോഴത്തേക്കും 1 ആണ് ഔട്ട്പുട്ട്. ഇനി 2 ഔട്ട്പുട്ട് ഹൈ ആവുമ്പോഴത്തേക്കും എന്താണ്, ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ തന്നെ ഹൈ ആണ്. അപ്പോൾ എന്താണ്, ഹൈ തന്നെ കിട്ടും. അപ്പൊ അതാ ഒരു ട്രൂത്ത് ടേബിൾ അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, 2 ഇൻപുട്ട് ഉള്ളതുകൊണ്ട് കണ്ടോ എത്ര ഔട്ട്പുട്ട് വന്നു, 1 2 3 4 2n എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയത് കണ്ടോ.
ഓക്കെ, ഇനി ബാക്ക് ടു നമ്മളുടെ പിൻ ഡയഗ്രത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ബേസിക് കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇടത്തെ സൈഡിലേക്കാണ് കർവ് ഉണ്ടാവേണ്ടത്. നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ പിടിക്കേണ്ടത്. താഴെ മുതൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ എണ്ണി തുടങ്ങുക. ഓർ ഗേറ്റിന്റെ ഡയറക്ഷനും നേരെ തന്നെയാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഓർ ഗേറ്റുകൾ ഇരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? 7ാമത്തെ പിന്ന് ഗ്രൗണ്ട് ആണ്, 14ാമത്തെ പിന്ന് VCC ആണ്. അപ്പൊ 14 - 2 നമുക്ക് 12 പിന്നുകൾ ബാക്കിയുണ്ട്. ഒരു ഓർ ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് 2 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും ആണ്. അപ്പൊ മൊത്തം എത്ര പിന്ന് വേണം? 3 പിന്ന് ഒരു ഓർ ഗേറ്റിന് വേണം. അപ്പൊ ഒരു 7432, ഇത് 7432 IC ആണ് കേട്ടോ. ഒരു 7432 ICക്കകത്ത് എത്ര ഓർ ഗേറ്റുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ഓർ ഗേറ്റിന് 3 പിന്ന് വേണം അല്ലെ, 2 ഇൻപുട്ടും അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് പിന്നും കൂടെ ചേർത്ത് ഒരു ഓർ ഗേറ്റിന് 3 പിന്ന് വേണം. അപ്പൊ മൊത്തത്തില് ഒരു 7432 ICക്കകത്ത് എത്ര ഗേറ്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്നത് 12 പിന്നുകളാണ്. 12/3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 ഗേറ്റ്. അങ്ങനെയാണ് ഒരു ICക്കകത്ത് എത്ര ഗേറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോ ഓർ ഗേറ്റ് 7432 ICക്കകത്ത് നമ്പർ ഓഫ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് എന്ന് നമ്മൾ കണ്ടു. 7th പിൻ എന്താണ്? എപ്പോഴും ഗ്രൗണ്ട് ആണ്. 14ാമത്തെ പിൻ എപ്പോഴും നമ്മൾ സപ്ലൈ കൊടുക്കുന്ന പിന്നാണ്. ക്ലിയർ? ഡയറക്ഷൻ എങ്ങനെയാണ്? ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. കാരണം 1ഉം 2ഉം ഇൻപുട്ട്, 3 ഔട്ട്. കണ്ടോ? 1ന് 2ന് 3 ഔട്ടാണ്, 4 ഇന്നാണ്, 5 ഇന്നാണ്, 6 ഔട്ടാണ്, 7 ഗ്രൗണ്ട്. ഇവിടെ കണ്ടോ 13 ആണ് ഇന്ന് വന്നേക്കുന്നത്, 12 ഇന്നാണ്, 11 ഔട്ട്, 10 ഇന്നാണ്, 9 ഇന്നാണ്, 8 ഔട്ട്. അപ്പോൾ ഡയറക്ഷൻ വന്നെങ്കിൽ ഓർ ഗേറ്റ് എങ്ങനെയാണ് വെച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എന്നുള്ളത് ഓർക്കുക. നോട്ട് ഗേറ്റും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കുക, ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിനെ നമ്മൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഗേറ്റ് എന്നാണ് പറയാ. അതായത് നമ്മൾ ഇൻഡു ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, 0 and 1 ഇൻഡു ചെയ്യുന്ന പോലെയാണ് ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു ഗേറ്റിന്റെ വർക്കിംഗ്. ഇറ്റ് ഷോ ഹൈ ഔട്ട്പുട്ട് ഓൺലി വെൻ ബോത്ത് ഇൻപുട്ട് ആർ ഹൈ. അല്ലെങ്കിൽ രണ്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്നാണ് നമ്മളിത് പഠിച്ചു വെക്കുന്നത് കേട്ടോ. രണ്ടും ഹൈ എന്ന് പറയുകയാണെങ്കിൽ 2 ഇൻപുട്ട് എന്നുള്ളത് ഓർക്കണം. രണ്ടും ഹൈ ആണെങ്കിലാണ് എന്ത് ഗേറ്റ് ഹൈ ആവുന്നത്. ഓക്കെ, രണ്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതർവൈസ് ലോ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെയും മിനിമം ഇൻപുട്ട് റിക്വയർഡ് 2 ആണ്. ഓക്കെ, സോ 7408 എന്ന് പറയുന്നതാണ് ആൻഡ് ഗേറ്റിന്റെ IC. അപ്പൊ നോക്കാം, ആൻഡ് ഗേറ്റിന്റെ സിമ്പൽ ആൻഡ് അതുപോലെ തന്നെ ട്രൂത്ത് ടേബിൾ ആണ് കൊടുത്തേക്കുന്നത്. സിമ്പൽ വരയ്ക്കുന്നത് നമ്മൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, എന്നിട്ട് നമ്മൾ D എന്ന് എഴുതുന്നത് പോലെ വേണം വരയ്ക്കാനായിട്ട്. ഇത് ഇൻപുട്ട് സൈഡ് ആണ്, AB എന്ന് പറയുന്ന 2 ഇൻപുട്ട്. Y is equal to A into B എന്നാണ് നമ്മൾ എഴുതുക. മറ്റേത് A plus B എന്നാണ് എഴുതുക ഓർ ഗേറ്റിന്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ സിമ്പൽ. ഇങ്ങനെയാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരിക. നോക്കേ, 0 0 കൊടുത്തു, 0 കൊടുത്തു, 0 0 ഇൻറ്റു ഇതേ 0 0 കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 0 ആണ് കിട്ടുക. 1 ഇൻറ്റു 0 എത്ര കിട്ടുക? 0 കിട്ടും. 0 ഇൻറ്റു 1 0, 1 ഇൻറ്റു 1 വന്നാലാണ് നമുക്ക് 1 കിട്ടത്തുള്ളൂ. സോ 2 ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമാണ് ആൻഡ് ഗേറ്റ് ഹൈ ഔട്ട്പുട്ട് കാണിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഇവിടുത്തെ ഗേറ്റിന്റെ ഡയറക്ഷൻ നമ്മൾ പിൻ ഡയഗ്രത്തിലേക്ക് വരുന്ന സമയത്ത് ഗേറ്റ് ഇരിക്കുന്ന ഡയറക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് വായിച്ചെടുത്തിടുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് ഇടത് സൈഡിലേക്കായിരിക്കണം കർവ്ഡ് ഭാഗം ഉണ്ടായിരിക്കേണ്ടത്. അത് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ നോക്കുന്നത്. ഇനി 7ാമത്തെ പിന്നും 14ാമത്തെ പിന്നും എന്താണ്? റിസർവ്ഡ് ആണ്. 7ാമത്തെ പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്, 14ാമത്തെ പിൻ എന്ന് പറയുന്നത് VCC ആണ് എന്നുള്ളത് പഠിച്ചു. അപ്പൊ 2 എണ്ണം പോയി. അപ്പൊ 14 - 2 നമുക്ക് 12 പിന്നേ ബാക്കിയുള്ളൂ. ഒരു ആൻഡ് ഗേറ്റിന്, ഒരൊറ്റ ആൻഡ് ഗേറ്റിന് 3 പിന്നുകൾ ആവശ്യമുണ്ട്. അപ്പൊ 7408 എന്ന് പറയുന്ന ഈ ഒരു ICക്കകത്ത് എത്ര ആൻഡ് ഗേറ്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എന്ന് പറയും? 12/3 എത്ര കിട്ടും? 4 ഗേറ്റ് ആണ് ഉണ്ടാവുക. ഒരു ICക്കകത്തെ കാര്യമാണ് പറയണത്, 4 ഗേറ്റ് കേട്ടോ.
ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക 7402 എന്ന് പറയുന്നതാണ് 7404 എന്ന് പറയുന്നത് നമ്മളുടെ നോട്ട് ഗേറ്റ് ആണ്. 74 ഇത് ചോദിക്കുന്നതാണ്, ഒന്നുകൂടെ പറയാം. 7404 എന്ന് പറയുന്നത് നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മതി. സോ നമുക്ക് 6 ഗേറ്റുകൾ ഒറ്റ ഐസിയിൽ ഉണ്ടായിരിക്കും. 14ാമത്തെ പിന്നും 7th പിന്നും എപ്പോഴും റിസർവ്ഡ് ആണ്. 14ാമത്തെ പിൻ എന്താണ്, ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിക്കാം. ഓക്കെ, ആദ്യം തൊട്ട് പറയാം. നമ്മുടെ നോട്ട് ഗേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 7404 ആണ് IC. 7404 ICക്കകത്ത് 7th പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. 14th പിൻ എന്ന് പറയുന്നത് VCC ആണ്. ഇനി അപ്പൊ നമുക്ക് മൊത്തം 14 പിന്നാണുള്ളത്, 2 എണ്ണം പോയി, ബാക്കി 12 എണ്ണം ഉണ്ട്. നമ്പർ ഓഫ് ഗേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 6 ഗേറ്റ് ആണുള്ളത്. എങ്ങനെയാ വന്നേന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഓർ ഗേറ്റിലേക്ക് വരുന്ന സമയത്ത് 7432 ആണ് IC നമ്പർ വരുന്നത്. 7th പിൻ ഇവിടെ ഗ്രൗണ്ട് ആണ്. 14th പിൻ ഇവിടെ വന്നിട്ട് VCC തന്നെയാണ്. നമ്പർ ഓഫ് ഗേറ്റിന്റെ സിംഗിൾ IC എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞേ, 4 ഗേറ്റ് ഉണ്ട്. എങ്ങനെയായിരുന്നു, നമ്മളുടെ ഒരു ഓർ ഗേറ്റിൽ ഇങ്ങനെയാണ് സിമ്പിൾ അല്ലെ, ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടാണ് ഇവിടെ, അപ്പൊ 2 പിന്നേ വേണ്ടു. ഇവിടെ എങ്ങനെയാണ്, 2 ഇൻപുട്ട് ഉണ്ട് അല്ലെ, 2 ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. സോ 3 പിന്ന് വേണം. അതുകൊണ്ട് 12/3 ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 എന്നാണ് ആൻസർ കിട്ടുക. ഇനി ആൻഡ് എന്ന് പറയുന്നത് എന്താണ്, 7408 ആണ്. 7th പിൻ എന്താണ്, ഗ്രൗണ്ട് ആണ്. 14th പിൻ എന്താണ്, VCC ആണ്. നമ്പർ ഓഫ് ഗേറ്റ് എന്ന് പറയുന്നത് എത്രയാ, ഇവിടെ 4 ഗേറ്റ് ഉണ്ട്. എങ്ങനെയായിരുന്നു, 2 ഇൻപുട്ട് ഇവിടെ ഉണ്ട് അല്ലെ, ഇത് ഇൻപുട്ടാണ്, ഇത് ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ഗേറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ നോട്ട് ഗേറ്റിനെ നമ്മൾ നെഗേഷൻ എന്ന് പറയുന്നു, കോംപ്ലിമെന്റ് എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഇൻവേർട്ടർ എന്നൊക്കെ പറയുന്നത് നോട്ട് ഗേറ്റിനെയാണ്. പിന്നെന്താണ്, ഓർ ഗേറ്റ് എന്ന് പറയുന്നത് സമ്മാണ്, നമ്മൾ സമ്മ് ചെയ്യുന്നത് പോലെ. ആൻഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഫൈൻ. താങ്ക് യു.